ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ സ്കോട്ട്ലൻഡിലെ രണ്ടാമത്തെ ദിവസമാണ് ക്യാരവൻ പാർക്ക് ചെയ്യുന്നത്. നമ്മൾ ക്യാരവൻ പാർക്കല്ല, നമ്മൾ ടെൻറ്റ് പാർക്കിംഗ് ആണ്. ഇതൊരു നല്ലൊരു ക്യാമ്പിംഗ് സൈറ്റാണ്. ഈ സൈറ്റിൻ്റെ പേര് ബെൻ നേവിസ് എന്നാണ്. ഇന്നലെ ഞങ്ങളൊരു 3:30 ഇവിടെ എത്തി. നല്ലൊരു ഡേ ആയിരുന്നു ഇന്നലെ. ഞങ്ങളോർത്ത് ഇന്നലെ മഴയൊക്കെ ഉണ്ടാകുന്നു, പക്ഷേ മഴയൊന്നും സംഭവിച്ചില്ല. നല്ല വെതറാണ്. ഇന്നിപ്പോൾ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം ഇതല്ലേ റിസപ്ഷൻ അല്ലേ? ഇതാണ് റിസപ്ഷൻ. ഞങ്ങളിത് ഓൺലൈനിലാണല്ലേ നമ്മളിത് ബുക്ക് ചെയ്തത്. പിച്ചപ്പ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിന്നാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾക്ക് ഏതാണ്ട് 3 നൈറ്റ്സിന് 54 പൗണ്ട് അല്ലേ, അത്രേ ആയുള്ളൂ. ഇത് അതിനകത്ത് കഫേയും റിസപ്ഷനും കൂടെ ആണ്. വൈഫൈ നമുക്ക് അവൈലബിൾ ആണ്. ഫ്രീ വൈഫൈ ആണ്. ഇവിടെ ചെറുതായ കാർ പാർക്കിംഗ് ഉണ്ട്. നല്ല രസമാണ് കാണാൻ. നല്ലൊരു ക്വയറ്റ് പ്ലേസിലാണിത്. ഇതിൻ്റെ സൈഡിലോട്ട് ഇനി നമുക്ക് ടോയ്ലറ്റ്, ഷവർ ഫെസിലിറ്റീസ് എല്ലാം ഉണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ റീസൈക്ലിംഗ് സെൻറ്റർ ഉണ്ട് അല്ലേ? ഇതെല്ലാം ഇവിടെ റീസൈക്ലിംഗ് സെൻറ്ററാണ്. പലയിടത്തായിട്ട് വെച്ചിട്ടുണ്ട്. ബിന്നും കാര്യങ്ങളൊക്കെ അവിടെ ഇടാം. ഇത് ഫിക്സഡ് ക്യാരവാനാണ്. ഫിക്സഡ് ക്യാരവാന്. ഫെസിലിറ്റീസ് ഉണ്ട് ഇവിടെ. പിന്നെ പിള്ളേർക്ക് കളിക്കാനുള്ള ചെറിയൊരു പാർക്കുണ്ട്. അത്ര വലുതൊന്നുമല്ല, ചെറുതാണ്. പിന്നെ ഇവിടെ ഈ ടൈപ്പ് പോഡുണ്ട്. എനിക്കത് 2 പേർക്ക് അല്ലെങ്കിൽ 3 പേർക്ക് താമസിക്കാവുന്നതാണ്. ഈ സൈഡിൽ മൊത്തം ഫിക്സഡ് ക്യാരവാനാണ്. കണ്ടോ, മേളിൽ കണ്ടോ, നല്ല രസമാണ് കാണാൻ അല്ലേ വിനി? ഇച്ചിരി കോട ഇറങ്ങിയിട്ടുണ്ട്. രാവിലെ വന്നും ആ മൗണ്ടൻ്റെ മേളത്തെ ഭാവമൊന്നും കാണത്തില്ലായിരുന്നു. ഭയങ്കര ഫോഗിയായിരുന്നു അവിടെ. ഇപ്പോഴാണ് ക്ലീൻ. ഇത് ഡിസേബിൾ ടോയ്ലറ്റ്, ഇത് ഡിഷ് വാഷ് റൂം, ലേഡീസ് ടോയ്ലറ്റ്, ഇത് ലോണ്ട്രി, വാഷും ഡ്രൈയും ഉണ്ട്. എടുക്കാം. കാർഡ് പേയ്മെന്റ് ആണ്. വലിയ കുഴപ്പമില്ലാത്ത പേയ്മെന്റ് ആണ്. പൈസ ഒന്നും അധികമില്ല, റീസണബിൾ പ്രൈസാണ്. ഈ കാണുന്ന ഇലക്ട്രിക് പിച്ചാണ്. ഇവിടെ നമ്മൾ ഇലക്ട്രിക്കിൻ്റെ ഓപ്ഷൻ എടുക്കുവാണെങ്കിൽ നമുക്ക് നമ്മുടെ പിച്ച് ഇവിടെ കിട്ടും. പക്ഷേ ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നോർമൽ പിച്ചിനേക്കാളും കുറച്ചും കൂടെ എക്സ്പെൻസീവ് ആണ്. ഇവിടെ ഹൗസ് ഹോൾഡ് വേസ്റ്റൊക്കെ ഇടാനുള്ള, ഡിസ്പോസ് ചെയ്യാനുള്ള എല്ലാ ഓരോ കോർണറിലും ഉണ്ട്. ഇത് നമ്മുടെ ക്യാമ്പർ വാനാണ്. മോട്ടോർ ഹോം ഇവിടാണ്. ഇവിടാണ് നോർമൽ പിച്ച്, ഗ്രാസ് പിച്ച്. ഞങ്ങളിവിടാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ടെൻ്റ്. ഇവിടെ ഇങ്ങനെ നമുക്ക് ഓരോ പിച്ച് എടുക്കാം. അതിന് അതായത് ലിമിറ്റില്ല, സൈസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിരിക്കാം. പക്ഷെ ചില സൈഡിലൊക്കെ ലിമിറ്റുണ്ട്, പക്ഷെ ഇവിടെ അങ്ങനെ ലിമിറ്റില്ല. ഇവിടെ പിക്നിക് ബെഞ്ചൊക്കെ ഉണ്ട്, നമുക്ക് ഇവിടെ ഇരിക്കാം. നമുക്ക് അതിൻ്റെ സൈഡിൽ എടുക്കുവാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. എല്ലാ കോർണറിലും ഓരോന്നുണ്ട്. നോക്കിയാൽ നല്ല തെളിച്ചു വരുന്നത്. ഇത് ഓരോ ഡിഫറെൻ്റ് ടൈപ്പുള്ള ടെൻറ്റുകളാണ്, പല സൈസ്, പല കമ്പനിയുടെ. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് റൂഫ് ടെൻ്റാണ്. ഞങ്ങൾ 10 ബോക്സിൻ്റെ റൂഫ് ടെൻ്റാണ് യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 2 പേർക്ക് മേളിൽ കിടക്കാം. കൊച്ചു കുട്ടികളാണെങ്കിൽ 3 പേർക്ക് കിടക്കാം. ടെൻറ്റ് ബോക്സ് എലൈറ്റ് 2.0 എന്ന് പറഞ്ഞ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഒരു പോഡും കൂടെ ഞങ്ങൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം കുക്കിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോഡുണ്ട്. ക്യാമ്പ് സൈറ്റ് വലിയതൊന്നുമില്ല, കാരണം ഡിഫറെൻറ്റ് ടൈപ്പ് പിച്ചുള്ളതുകൊണ്ട് ഈ സൈഡ് അത്ര വലുതല്ല. അതിൻ്റെ അപ്പുറത്ത് ഇലക്ട്രിക്കാണ്, ഇത് നോർമൽ ടൈപ്പാണ്. ഞങ്ങൾ ഇത്തവണ നോർമലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അടുത്ത് എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇലക്ട്രിക് ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ദിവസം കൂടുതലാണ്. അപ്പം നമുക്ക് മൊബൈലും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇലക്ട്രിക്കിൻ്റെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇത് 3 ദിവസം ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ നോൺ ഇലക്ട്രിക് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇത് ഇങ്ങോട്ട് ജസ്റ്റ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഒരു റിവറുണ്ട്. അത്യാവശ്യം നല്ല റിവറാണ്. വലിയ വെള്ളമൊന്നുമില്ല, പക്ഷെ നല്ല ഒഴുക്കുണ്ട്. ഇതിൽ വുഡ്സ് അങ്ങോട്ട് നടക്കാം. നമുക്കിതിൽ കുറേ നടക്കാനുള്ള പാത്തുണ്ട്. നല്ല രസമാണ്. മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ലതായിട്ട് നടക്കാൻ നല്ലതാണ്.
ഇത്രയും ദൂരമേ ഉള്ളൂ നമുക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് പിച്ചിന്ന് നടന്നു കഴിഞ്ഞാൽ ഒറ്റ ആംഗിളിൽ തന്നെ കാണാം. ഇതാ റിവറ്. നല്ല ഉരുളൻ കല്ലുകളാണ് ഇവിടെ. പകുതിയേ ഉള്ളൂ വെള്ളം, പക്ഷെ നല്ല ഒഴുക്ക. അത് ഫോർട്ട് വില്യമിലേക്ക് പോകുന്ന റോഡാണ്, ആ പാലം കാണുന്നത്. നല്ല വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളം. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഇതിനകത്ത് ഇറങ്ങിയായിരുന്നു. നല്ല രസമായിരുന്നു. നമ്മൾ നാട്ടിലൊക്കെ കുളിക്കാൻ പോകുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു. ഞങ്ങൾ കുറേ നടന്നല്ലേ, നല്ല നടപ്പായിരുന്നു. കാരണം ഒരു 2 hour ഞങ്ങൾ നടന്നു. നല്ല വെതറായിരുന്നു. ഈ ആറ്റിൽ കുളിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര കുറേ വർഷങ്ങൾക്ക് ശേഷം അല്ലേ. ഞങ്ങളാണ് റാന്നിയിൽ, ഞങ്ങൾക്ക് റാന്നിയിൽ പമ്പാ നദിയാണ്. പമ്പാ നദിയിലാണ് ഞങ്ങൾ കുളിക്കുന്നത്. അപ്പോൾ പണ്ട് കുളിച്ച ഓർമ്മകളൊക്കെ എനിക്ക് തിരികെ വന്നു. എനിക്ക് ഭയങ്കര ഫീലിംഗ് ആയിരുന്നു പണ്ട് എല്ലാ ദിവസവും ഞങ്ങൾ ആറ്റിൽ പോയി കുളിക്കായിരുന്നു. അപ്പോൾ ആ ഒരു ഫീലിങ്സ് വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വന്ന് കുളിച്ചപ്പോൾ വളരെ ഫീലിങ്സ് ഉണ്ടായത്. നിനക്കോ? ഇവർക്ക് മീനച്ചിലാറ്റി ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഞങ്ങൾക്ക് അവിടെ ചെറിയ തോടുകളുണ്ടായിരുന്നു, തോട്ടിൽ കുളിച്ചിട്ടുണ്ട്. മീനച്ചിലാറ്റി കുളിച്ചിട്ടില്ല, പക്ഷെ അവിടെ ചെറിയ ചെറിയ തോടുകളിലാണ് മിനി കുളിച്ചിട്ടുള്ളത്. പക്ഷെ നല്ലതായിരുന്നു, നല്ല ഇതായിരുന്നു. നല്ലൊരു ഓർമ്മയായിരുന്നു. നാട്ടിലെ പോലെ തോടും അരുവിയും ഒക്കെ ആയിട്ട് നല്ല കുറേ നടന്നപ്പോൾ എനിക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്. നമുക്ക് ഇനി പോയി എന്തെങ്കിലും കഴിക്കാം. ഞങ്ങൾ കുറച്ച് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് പോയി ഇനി കഴിക്കണം. ഇത് ഞങ്ങളുടെ 2ാമത്തെ ദിവസമാണ് ഇവിടുത്തെ. നാളെ രാവിലെ അല്ല, ഉച്ചയാകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും. അടുത്ത ക്യാമ്പ് സൈറ്റ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ പുതിയ ക്യാമ്പ് സൈറ്റിലെ വിശേഷങ്ങളും ആ പോകുന്ന വലിയ ട്രാവൽ വീഡിയോ ഒക്കെ ആയിട്ട് നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അല്ലേ. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ലേ. ഓക്കെ, അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.